Hi guys. So ഇന്ന് നമ്മൾ കൾച്ചർ മീഡിയേൻ്റെ ബാക്കിയും കൂടെ ചെയ്യാം. I'll try to complete culture media today. Okay, so mannitol salt agar ആണ് നെക്സ്റ്റ് ടോപ്പിക്. Okay, just like the other agars we learned previously, ഇതും സെലക്റ്റീവ് മീഡിയ ആണ്, ഡിഫറൻഷ്യൽ മീഡിയ ആണ്, ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. മീഡിയയ്ക്കാണ് ഞാൻ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, സോ why do I call it selective media? Because എടാ സെലക്റ്റീവ് മീഡിയ ഞാൻ അതിനെ വിളിക്കാൻ കാരണം ഇതിനകത്ത് ഒരു സോൾട്ട് ഉണ്ട്. ഓക്കെ, ഈ സോൾട്ട് സ്റ്റാഫ് ഓറേസിനെ മാത്രമേ വളരാനായിട്ട് സഹായിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം സ്റ്റാഫ് ഓറേസിനെ ഞാനിവിടെ വളർത്തിയാൽ ദാറ്റ് സ്റ്റാഫ് ഓറേസ് വിൽ ഗ്രോ വെൽ. ഓക്കെ, സോ ദാറ്റ്സ് വൈ മാനിറ്റോൾ സോൾട്ട് അഗാർ അല്ലെങ്കിൽ MSA എന്ന് പറയും. വി കോൾ ഇറ്റ് എ സെലക്റ്റീവ് മീഡിയ. ഫോർ വാട്ട്? എന്തിനെയാണ് സെലക്റ്റീവ്? ഫോർ സ്റ്റാഫ് ഓറേസ് ഇറ്റ് ഇസ് വെരി സെലക്റ്റീവ് ബിക്കോസ് സ്റ്റാഫ് വിൽ ഗ്രോ ഇൻ ഇറ്റ്. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോനെ, ഇത് പറഞ്ഞു തരും. നമ്മളിട്ട ഓർഗാനിസം മാനിറ്റോൾ ഫെർമെൻറ്റർ ആണോ അല്ലയോ എന്ന് പറഞ്ഞു തരും. ഓക്കെ, ഒബ്വിയസ്ലി മാനിറ്റോൾ സോൾട്ട് അകാരണത്ത് എന്തുണ്ട്? മാനിറ്റോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർഗാനിസം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത ഓർഗാനിസം മാനിറ്റോളിനെ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, മീഡിയയുടെ കളർ എന്തായിട്ട് മാറുമെന്ന് അറിയാം, യെല്ലോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എവിടെ നമുക്കൊരു റിയാക്ഷനിൽ കളർ ചേഞ്ച് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം ആ റിയാക്ഷനിൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, സോ ഇൻഡിക്കേറ്റർ എന്താണ്? MSAയിലെ ഇൻഡിക്കേറ്റർ എന്താണ്? Very good. Let me take a different color. So indicator in mannitol salt agar is phenol red. Okay, phenol red ഇതിനകത്തുണ്ട്, നമ്മുടെ ഈ അഗാറിനകത്തുണ്ട്. സോ മാനിറ്റോളിനെ ഫെർമെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ഇതിനകത്ത് വളരുന്നതെങ്കിൽ യെല്ലോ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നത്? ബിക്കോസ് ഈ മീഡിയയിൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫീനോൾ റെഡ്. ഓക്കെ, സോ ബേസിക്കലി ജസ്റ്റ് റിമെമ്പർ, സെലക്റ്റീവ് മീഡിയ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഇറ്റ്സ് വെരി സെലക്റ്റീവ് ഫോർ സ്റ്റാഫ് ഓറിയസ്. ഓക്കെ, പക്ഷേ ബാക്കി സ്റ്റാഫിൻ്റെ വേറെ എപ്പിഡെർമിഡിസ് ഉണ്ട്. സോ ബാക്കിയൊന്നും ഇങ്ങനെ കളർ കൊടുക്കുന്നില്ല, സ്റ്റാഫ് ഓറിയസ് മാത്രമാണ് കളർ ചേഞ്ച് വരുത്തുന്നത്. കണ്ടോ? ഫൈൻ. ആൻഡ് വാട്ട് ഈസ് ദ ഇൻഡിക്കേറ്റർ മീഡിയ? What is the indicator used in MSA? That is also another Viva question. It is phenol red. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കുവാടാ? ഓക്കെ, the MP എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്. M for mannitol salt agar and P for phenol red. ഓക്കെ, നെക്സ്റ്റ് വൺ ഗൈസ്, ഇറ്റ് ഇസ് TCBS. TCBS എന്താ? ഇറ്റ് ഈസ് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സുക്രോസ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. എഗൈൻ ഐ റിപ്പീറ്റ്, തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സുക്രോസ്. ഓക്കെ, സോ ഇതും സെയിം തിങ്. ഇതൊരു സെലക്റ്റീവ് മീഡിയ ആണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് സോൾട്ട് ഇൻ ഇറ്റ്. ബൈൽ സോൾട്ട് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് വിൽ അലൗ ഓൺലി സ്പെസിഫിക് ഓർഗാനിസംസ് ടു ഗ്രോ. എല്ലാ ഓർഗാനിസം ഒന്നും ഇതിനകത്ത് വളരത്തില്ല, ചില ഓർഗാനിസംസ് മാത്രമേ വളരത്തുള്ളൂ കേട്ടോ. സോ ഇറ്റ് ഈസ് സെലക്റ്റീവ്. ഓക്കെ, വളരെ സെലക്റ്റീവ് ആണിത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നൗ ഇറ്റ് ഹാസ് സുക്രോസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇടുന്ന ഓർഗാനിസംസ് സുക്രോസിനെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കളർ കിട്ടും, വിച്ച് ഇസ് യെല്ലോ. ഫെർമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗ്രീനായിട്ട് തന്നെ നിൽക്കും. സോ there is a, therefore we also call it a differential media. Okay, ഡിഫറൻഷ്യൽ മീഡിയ. എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വിളിക്കുന്നത്? കാരണം നമ്മളിടുന്ന ഓർഗാനിസം സുക്രോസിനെ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ യെല്ലോ കളർ കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ മീഡിയ. ഓക്കെ, ഫൈൻ. ആൻഡ് ഓൾസോ ഒബ്വിയസ്ലി ഒരു കളർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ഇൻഡിക്കേറ്റർ വേണം, വേണ്ടേ? ഓക്കെ, സോ പറയൂ, ഇവിടുത്തെ ഇൻഡിക്കേറ്റർ എന്തായിരിക്കും? ഞാൻ ഏത് കളറിലാണ് ഈ ഇൻഡിക്കേറ്റർ എഴുതിയിരിക്കുന്നത്? വെരി ഗുഡ്, BTB. BTB is ബ്രോമോ തൈമോൾ ബ്ലൂ. ഓക്കെ, സോ TCBS യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന വിബ്രിയോ കൊലേറയ്ക്കാണ്. വിബ്രിയോ കൊലേറ സുക്രോസിനെ ഫെർമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്ത് കളർ കിട്ടിയടാ? നോക്കിയേ, വി ഗോട്ട് യെല്ലോ കളർ ഹിയർ. കണ്ടോ? പക്ഷേ വിബ്രിയോ പാരാഹിമോലിറ്റിക്കസ് ഫെർമെൻറ്റ് ചെയ്തോ? ഇല്ല, വി ഡിഡ്ന്റ് ഗെറ്റ് എനി കളർ ചേഞ്ച്, റൈറ്റ്? യെല്ലോ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഓക്കെ, പക്ഷേ വിബ്രിയോ കൊലേറ എന്ത്? വി ഗെറ്റ് എ യെല്ലോ കളർ ഹിയർ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സുക്രോസ് ഫെർമെൻറ്റർ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, so remember this thing at least. TCBS nath indicator endada? BTB. That is important. Okay, so see, B is here, B is here. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നെയിംഡ് മീഡിയാസിനെ പറ്റി പഠിക്കുവാണ് കേട്ടോ. ജസ്റ്റ് വൺ ലൈനേഴ്സാണ്, വൈവേയിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ചോദിക്കും. ഓക്കെ, സോ പ്ലെറ്റ് മീഡിയ ഏത് ഓർഗാനിസത്തിനെ വളർത്താനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്ത് പറയും? പ്ലെറ്റ് മീഡിയ. ഈ പ്ലെറ്റ് മീഡിയയുടെ ഫുൾ ഫോം ഞാൻ എഴുതുന്നില്ലടാ, ഇറ്റ് ഈസ് വെരി ലോങ്. ജസ്റ്റ് ഒരു വട്ടം കേൾക്ക്. ഓക്കെ, സോ പ്ലെറ്റ് മീഡിയയുടെ
ഫുൾ ഫോമാണ് പോളിമിക്സിൻ ലൈസോസൈം EDTA താലസ് അസിറ്റേറ്റ്. ഇറ്റ്സ് ഓക്കെ, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്ലെറ്റ് മീഡിയ ഓർത്തിരിക്കുക. അത് ഈ മീഡിയ നമ്മൾ ഏത് ഓർഗാനിസത്തിനെ വളർത്താനാണ് ഉപയോഗിക്കുക? ഹു വിൽ ടെൽ മീ? പ്ലെറ്റ് മീഡിയ ഇസ് ഫോർ ബാസിലസ്. വെരി ഗുഡ്, ബാസിലസ് ആന്ത്രാസിസ് കേട്ടോ. ബാസിലസ് ആന്ത്രാസിസിനെ വളർത്താനാണ് നമ്മൾ പ്ലെറ്റ് മീഡിയ യൂസ് ചെയ്യുക. എങ്ങനെ ഓർത്തിരിക്കും? സി ഓക്കെ, ഒരു ഫണി നിമോണിക്. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ ഇഫ് ഇറ്റ് ക്ലിക്സ്. പ്ലേറ്റിനകത്ത്, ഓക്കെ, പ്ലേറ്റിനകത്ത് നമ്മൾ എന്തിടും? റൈസ് ഇടും. ഒരു പ്ലേറ്റിനകത്ത് നമ്മൾ റൈസ് ഇട്ടല്ലേ കഴിക്കുന്നത്. സോ റിമെമ്പർ പ്ലെറ്റ് മീഡിയ ബാസിലസ് ആന്ത്രാസിസ്. ഓക്കെ, നെക്സ്റ്റ് സെട്രിമൈഡ്. സെട്രിമൈഡ് അഗാർ ഏത് ഓർഗാനിസത്തിനെ വളർത്താനാണ് ഉപയോഗിക്കുക? സെട്രിമൈഡ്. വെരി ഗുഡ്, ദാറ്റ് ഈസ് സ്യൂഡോമോണാസ്. എന്താ മോനെ? സെട്രിമൈഡ് ഇസ് ഫോർ സ്യൂഡോമോണാസ്. അപ്പം ഈ സാ ശബ്ദം വരുന്നുണ്ട്. സെട്രിമൈഡ്, സ്യൂഡോമോണാസ്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് മോഡിഫൈഡ് തെയമാർട്ടിൻ. വൺ സെക്കൻഡ്. മോഡിഫൈഡ് തെയമാർട്ടിൻ മീഡിയം. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏത് ഓർഗാനിസത്തിനെ വളർത്താനാണ്? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഫോർ നൈസീരിയ മെനിഞ്ചൈറ്റിസ് ആൻഡ് നൈസീരിയ ഗൊനോറിയ. ഓക്കെ, സോ മോഡിഫൈഡ് തെയമാർട്ടിൻ മീഡിയം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇടയ്ക്കിടയ്ക്ക് വൈവേൽ ചോദിക്കും. മോഡിഫൈഡ് തെയമാർട്ടിൻ മീഡിയം ഇസ് യൂസ് ടു ഗ്രോ വിച്ച് ഓർഗാനിസംസ്? വെരി ഗുഡ്, നൈസീരിയ മെനിഞ്ചൈറ്റിസ് ആൻഡ് നൈസീരിയ ഗൊനോറിയ. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? M and N go together അല്ലേ? നമ്മൾ ആൽഫബറ്റിക്കലി പറയുമ്പം MN അങ്ങനെയല്ലേ പറയുക? So MN go together. Okay, now one more selective media under very important. Okay, potassium tellurate agar. Okay, so potassium tellurate agar la if you get black color, okay, if you get black color, what is the organism I'm talking about? That is Corynebacterium diphtheriae. Very important. Okay, Corynebacterium diphtheriae selective media എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം potassium tellurate agar. Okay, now it will give which color? Corynebacterium diphtheriae വളരുമ്പോഴത്തേക്കും it will give black color കൊടുക്കും ഈ മീഡിയനകത്ത് കേട്ടോ. സോ ദിസ് ഇസ് എ സെലക്റ്റീവ് മീഡിയ. പൊട്ടാഷ്യം ടെല്ലറേറ്റ് അഗാർ ഒരു സെലക്റ്റീവ് മീഡിയ ആണ്. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയ മീഡിയമാണ്. ഓക്കെ, ഇനി കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ എൻറിച്ച്ഡ് മീഡിയം എന്താടാ? അത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, യു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ കേട്ടോ. വാട്ട് ഈസ് എ എൻറിച്ച്ഡ് മീഡിയ ഫോർ കോർണിബാക്ടീരിയം ഡിഫ്തീരിയേ? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് L. ഇനി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതണം കേട്ടോ. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ട്രാൻസ്പോർട്ട് മീഡിയ. ട്രാൻസ്പോർട്ട് മീഡിയയുടെ അർത്ഥം എന്താടാ? ഇറ്റ് മീൻസ് ബേസിക്കലി ഇപ്പം നിങ്ങളൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു. ഓക്കെ, അവിടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മേ ബി ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവത്തില്ല. ഓക്കെ, വലിയ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വലിയൊരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് സാമ്പിൾ അയക്കണം. സോ അതുവരെ ആ സാമ്പിൾ അങ്ങനെ തന്നെ നിർത്തണം അല്ലേ? ആ സാമ്പിൾ ഇറ്റ് ഷുഡൻറ്റ് what do you say? The sample shouldn't lose its vitality. ഓക്കെ, വൈൽ യു ട്രാൻസ്പോർട്ടിങ്. ഇപ്പോൾ ഞാൻ എടുത്ത സാമ്പിളിൽ ഒരു ഓർഗാനസ് ഉണ്ടെങ്കിൽ ഞാൻ എത്തിക്കുന്ന സ്ഥലം വരെ ഓർഗാനസ് അങ്ങനെ തന്നെ നിൽക്കണം ആ സാമ്പിളിൽ അല്ലേ? അതിനൊന്നും പറ്റരുത്, എങ്കിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. എനിക്കിപ്പോൾ PHC അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു ക്ലിനിക്കിൽ നിന്ന് ഞാനൊരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തെന്ന് വെച്ചോ. അതെനിക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ സാമ്പിൾ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അതെനിക്ക് വലിയൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട്. സോ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഓർഗാനിസംസ് അതേപോലെ തന്നെ ആ മീഡിയയിൽ ഉണ്ടാവണം അല്ലേ? അത് മരിച്ചു പോകരുത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് മീഡിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് നിങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്പോർട്ട് മീഡിയയുടെ എക്സാമ്പിൾസ് ജസ്റ്റ് നെയിം ദം എന്ന് ചോദിക്കാം. ഓക്കെ, 2 ഈ മീഡിയയുടെ പേര് പറഞ്ഞിട്ട് ഏത് ഓർഗാനിസംസിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിക്കാം. Okay, now the first one is Stewart and Amy's media. Stewart and Amy's media ഏത് ഓർഗാനിസംസിന് വേണ്ടിയിട്ടാണ്? ടെൽ മീ. വെരി ഗുഡ്, ദാറ്റ് ഇസ് ഫോർ Neisseria. Okay, Neisseria. Who all watched this Big Bang Theory? TBBT, The Big Bang Theory, my favorite show. Okay, kind of addicted to that show. So this because it's so good, no? Yeah. So in that, we have got this Stewart and Amy characters in that, and they're very nice people. So just remember that way. Stewart and Amy's media. One second, guys. Yeah, Stewart and Amy's media. Neisseria transport cheyananu nammal
ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മളെടുത്ത സാമ്പിൾ നമുക്ക് ഡൗട്ടുണ്ട്, ഇസ് ഇറ്റ് നൈസീരിയ ഓർഗാനിസം ആണോ എങ്കിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ട് മീഡിയയിലാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വാട്ട്? പൈക്സ് മീഡിയ. പൈക്സ് മീഡിയ ഏത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെൽ മീ. പൈക്സ് ഇസ് ഫോർ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഓക്കെ, Streptococcus pyogenes. So P for P, Pike's media, Streptococcus pyogenes. Okay, and then we have VR. That what is VR? VR is Venkatraman Ramakrishnan medium. Okay, just VR media എന്ന് പഠിച്ചാൽ മതി. VR മീഡിയ അല്ലെങ്കിൽ ക്യാരി ബ്ലെയർ മീഡിയ, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് വിബ്രിയോ എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. സോ VR അല്ലെങ്കിൽ ക്യാരി ബ്ലെയർ മീഡിയ, വി യൂസ് ഇറ്റ് ടു ട്രാൻസ്പോർട്ട് വാട്ട് ഗൈസ്? വിബ്രിയോ. ഓക്കെ, സോ വിബ്രിയോ, ഹൗ വിൽ യു മെമ്മറൈസ് ഇറ്റ്? ഐ ഡോണ്ട് നോ ഇഫ് ദിസ് കോഡ് ഹെൽപ്സ്. വിബ്രിയോനകത്ത് 6 ഉണ്ട്. ഓക്കെ, VRനകത്ത് 6 ഉണ്ട്, ക്യാരിനകത്ത് 6 ഉണ്ട്. സോ ഇഫ് ദാറ്റ് ഹെൽപ്സ്, ഓക്കെ. സോ VR ആൻഡ് ക്യാരി ബ്ലെയർ മീഡിയ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിബ്രിയോനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഫൈൻ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് RCMB. എന്താടാ RCMB? ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്. ഓക്കെ, ഈ ബ്രോത്ത് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ യു ഷുഡ് തിങ്ക് അബൌട്ട് നമ്മുടെ സൂപ്പ് പോലെ ഇരിക്കും. ഓക്കെ, ഈ ഒരു കൾച്ചർ മീഡിയ ഇറ്റ്സ് ലൈക്ക് സെമി ലിക്വിഡ്, ഈ ഒരു ഫ്ലൂഡി ടൈപ്പ് ആയിരിക്കും. എവിടെയാണ് നമ്മൾ റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് ഉപയോഗിക്കുക? അനറോബിക് മീഡിയ ആണ്. എന്ന് വെച്ചാൽ ചില ഓർഗാനിസംസ് ഉണ്ടല്ലോ അവിടെ, അത് നമ്മൾ അതിനൊട്ടും ഓക്സിജൻ ഇഷ്ടമില്ല, ഓക്സിജനെ ഒട്ടും ഇഷ്ടമില്ല. ഓക്സിജൻ അടുത്തുകൂടെ പോയതിന് അത് വളരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത ഒരു സർഫസ് അതിന് കൊടുത്താലേ ചില ഓർഗാനിസംസ് വളരത്തുള്ളൂ കേട്ടോ. സോ അങ്ങനത്തെ ഓർഗാനിസംസിനെ പറയുന്ന പേരാണ് അൻഎറോബിക് ഓർഗാനിസംസ്. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് ഓക്സിജൻ ഇഷ്ടമില്ല. ഓക്കെ, അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയുമോ? ഒരു അൻഎറോബിക് ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ പറയടാ. വെരി ഗുഡ്, ദാറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം. ഓക്കെ, സോ ക്ലോസ്ട്രീഡിയം എനിക്ക് വളർത്തണമെങ്കിൽ ഞാനൊരു അൻഎറോബിക് കൾച്ചർ മീഡിയയിലായിരിക്കണം അതിനെ വളർത്തുന്നത്. അപ്പോൾ ഏതാണ് അങ്ങനെ ഒരു മീഡിയ ക്ലോസ്ട്രീഡിയത്തിന് വേണ്ടിയെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഇറ്റ് ഈസ് RCMB. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്. ഓക്കെ, നൗ ക്ലോസ്ട്രീഡിയം രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. ഓക്കെ, വൺ ഇസ് ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. മറ്റേത് ക്ലോസ്ട്രീഡിയം, വെരി ഗുഡ്, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. ഓക്കെ, നൗ ഇവിടെ ക്ലോസ്ട്രീഡിയം 2 തരത്തിലുള്ള റിയാക്ഷൻസ് തരും RCMBനകത്ത്. ഓക്കെ, സോ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ആണെങ്കിൽ അത് പ്രോട്ടിയോലൈറ്റിക് റിയാക്ഷൻസ് തരും. സോ ഞാൻ ഇവിടെ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ആണെങ്കിൽ ഓക്കെ അത് പ്രോട്ടിയോലൈറ്റിക് റിയാക്ഷൻ തരും. സോ അങ്ങനെ ജസ്റ്റ് ഈ പേര് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ഏത് റിയാക്ഷനാണ് RCMBയിൽ തരുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സേ പ്രോട്ടിയോലൈറ്റിക് റിയാക്ഷൻ. അപ്പം അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു മീഡിയത്തിൻ്റെ കളർ മാറും. എന്തിലേക്ക് മാറും? ബ്ലാക്ക് കളറായിട്ട് മാറും. കണ്ടോ? സോ നിങ്ങൾക്കിത് കാണാം. സി, ബ്ലാക്ക് കളറായിട്ടുണ്ട് അല്ലേ? 1 second guys. സോ ഇത് കണ്ടോ, ബ്ലാക്ക് കളർ. സോ ദാറ്റ് ഈസ് വാട്ട്. ഇപ്പോൾ ബ്ലാക്ക് കളർ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് RCMB ആണ്. അതിൽ ബ്ലാക്ക് കളർ കാണുവാണെങ്കിൽ ഏത് ഓർഗാനിസം ആടാ? ദാറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. ഓക്കെ, നൗ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചസ് ആണ് വളരുന്നതെങ്കിൽ അതൊരു സാക്രോലൈറ്റിക് റിയാക്ഷൻ തരും. ഏത് റിയാക്ഷൻ? ജസ്റ്റ് പേര് മാത്രം പഠിക്കുക. സാക്രോലൈറ്റിക് റിയാക്ഷൻ തരും. അങ്ങനൊരു റിയാക്ഷൻ ഉണ്ടായാൽ ഓക്കെ എന്ത് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? പിങ്ക് കളറായിരിക്കും ആ ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്നത്. ഓക്കെ, സോ ബേസിക്കലി ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ആണെങ്കിൽ പ്രോട്ടിയോലൈറ്റിക് റിയാക്ഷൻ തരും. ഏത് കളറാണ്? ബ്ലാക്ക് കളറാണ് തരിക. ഓക്കെ, ആൻഡ് ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചസ് ആണെങ്കിൽ സാക്രോലൈറ്റിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. പിങ്ക് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ റിമെമ്പർ ദിസ് വേ ഗൈസ്. പെർഫ്രിഞ്ചൻസ്, ഓക്കെ, P for pink. Okay, and remember, okay, pink, girls like pink color and girls also like sari. So S for sacrolytic. Okay, so just remember, girls like pink color and girls like sari. Sari is for S for what? Sacrolytic. Okay, it's one way to memorize it. Okay guys, okay, now very very important topic, മാക്കൻതോഷ് ആൻഡ് ഫിൽഡേസ് അനറോബിക് ജാർ. ഇതെന്താണ്? സി, നമുക്കിപ്പോൾ ഒരു ചില ഓർഗാനിസംസ് ഉണ്ടല്ലോടാ, അവർ അൻഎറോബിക് ആണെന്ന് വെച്ചാൽ അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർ വളരത്തില്ല. പക്ഷെ നമുക്ക് അവരെ വളർത്തിയേ പറ്റൂ, കാരണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ ഏത് ഓർഗാനിസം ആണെന്ന് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൾച്ചർ മീഡിയയിൽ ഒരു ഓർഗാനിസത്തിനെ
വളർത്തുകയാണ്. പക്ഷേ നമുക്കൊരു ഡൗട്ടുണ്ട്, അത് അൻഎറോബിക് ഓർഗാനിസം ആണെന്ന് വെച്ചാൽ അത് ഓക്സിജൻ ഇല്ലെങ്കിലേ അത് വളരത്തുള്ളൂ എന്ന് നമുക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അൻഎറോബിക് കണ്ടീഷൻ അതിന് കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതേപോലത്തെ ജാറ്. ഈ ജാറിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ കുറേ കൾച്ചർ പ്ലേറ്റ് ഇരിക്കുന്നത് കണ്ടോ? ഈ കൾച്ചർ പ്ലേറ്റിലെല്ലാം അൻഎറോബിക് ഓർഗാനിസംസ് ആണോ നമുക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജാറിനകത്ത് ഈ കൾച്ചർ പ്ലേറ്റ്സ് വെച്ചേക്കുന്നത്. മനസ്സിലായോ? സോ ഈ ജാറിനെ പറയുന്ന പേരാണ് എന്ത്? മാക്കന്തോഷ് ആൻഡ് ഫിൽഡേസ് അനറോബിക് ജാർ. ഇത്രയും മനസ്സിലായോ? നൗ ഇതിൻ്റെ ചെറിയ കുറച്ച് പ്രിൻസിപ്പിളും കൂടെ ചോദിക്കാറുണ്ട്, ബിക്കോസ് ഇറ്റ് ക്യാൻ കം ആസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. സോ നോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ എത്ര അടച്ചു വെച്ചാലും ഓക്കെ, സംടൈംസ് ചിലപ്പോൾ ഓക്സിജനൊക്കെ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും ഓക്സിജൻ ഈ ജാറിനകത്തില്ല എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഈ ജാറിനകത്ത് ഒട്ടും ഓക്സിജൻ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയാടാ? ഈ പിക്ചർ നോക്കിക്കേ. ഇവിടെ ഞാൻ താഴെ 2 കൾച്ചർ പ്ലേറ്റ്സ് അകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ജാർ. ഓക്കെ, ദിസ് ഇസ് എ ജാർ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ 2 പാക്കറ്റ്സ് കാണുന്നുണ്ടോ? ഈ ഫസ്റ്റ് പാക്കറ്റ്സിൽ ഓക്കെ ഞാൻ എന്ത് ഇടുമെന്ന് അറിയോ? ഞാൻ ഗ്യാസസ് വെച്ച്, ഗ്യാസ് പാക്ക് എന്ന് പറയും, ഗ്യാസസ് വെച്ച് നിറയ്ക്കും. ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആവാം, ഹൈഡ്രജൻ ആവാം, എനിവേസ്. ഓക്കെ, സോ കുറേ ഗ്യാസസ് ഉണ്ടാവും ഈ ഫസ്റ്റ് പാക്കിൽ. ഇത്രയും മനസ്സിലായോ? രണ്ടാമത്തെ പാക്കിൽ 1 സെക്കൻഡ്. ഓക്കെ, രണ്ടാമത് ഈ ബ്ലൂ കളർ പാക്ക് കണ്ടോ? ഓക്കെ, ഇതിനകത്ത് വി പുട്ട് എ സബ്സ്റ്റൻസ് കോൾഡ് ആസ് മെഥിലീൻ ബ്ലൂ. എന്താണ് ഇത്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെഥിലീൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് നമ്മൾ ഈ സെക്കൻഡ് പാക്കറ്റിനകത്ത് വെക്കും. ഓക്കെ, ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയോടാ? സോ ഈ ഫസ്റ്റ് പാക്കറ്റിൽ ഞാൻ പറഞ്ഞു നമ്മൾ കുറേ ഗ്യാസസ് ഉണ്ട് ഇതിനകത്ത് അല്ലേ. ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. സോ നമ്മൾ ഈ ഫസ്റ്റ് പാക്കറ്റ് തുറക്കും. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസസ് പുറത്ത് വന്നിട്ട് ഓക്കെ നമ്മുടെ ഈ ജാറിനകത്ത് എങ്ങാനും ഓക്സിജൻ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ പാക്കറ്റിൽ നിന്ന് വരുന്ന ഹൈഡ്രജന്, നൈട്രജന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ടു ഫോം ലെറ്റ്സ് സേ വാട്ടർ. ഓക്കെ, എനിവേസ് ദ ഐഡിയ ഈസ് ഈ പാക്കറ്റിൽ നിന്ന് വരുന്ന ഗ്യാസസ് എല്ലാം ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ഇൻ കേസ് ഈ ജാറിനകത്ത് ചെറിയ എമൗണ്ട് ഓഫ് ഓക്സിജൻ എല്ലാം ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, സോ ഫൈനലി എന്ത് പറ്റും? ഓക്സിജൻ ഒട്ടും ഇല്ലാതെയാവും അല്ലേ. ഈ ജാറിനകത്ത് ഓക്സിജൻ കംപ്ലീറ്റ്ലി ഓവറാവും. അങ്ങനെ കംപ്ലീറ്റ്ലി ഓക്സിജൻ ഇല്ലാതായി പോകുമ്പോൾ ഈ മെത്തിലിൻ ബ്ലൂ, ഓക്കെ ഇതൊരു ഇൻഡിക്കേറ്ററാണ്, മെത്തിലിൻ ബ്ലൂ കളർലെസ് ആയിട്ട് മാറും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ 2 പാക്കറ്റ് ഇതിനകത്ത് വെക്കും നമ്മുടെ ഈ ജാറിനകത്ത്. ഓക്കെ, ഇതൊരു അനറോബിക് ജാറാണ്. ഓക്കെ, ഒട്ടും ഓക്സിജൻ ഇതിനകത്ത് അകത്തേക്ക് കയറാൻ പാടില്ല. പക്ഷേ ചിലപ്പം കുറച്ച് ഓക്സിജനൊക്കെ അകത്ത് കയറിയെന്ന് വരാം. ഓക്കെ, സോ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന കൾച്ചർ പ്ലേറ്റിലെ ഓർഗാനിസംസ് വളരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? കംപ്ലീറ്റ്ലി അനറോബിക് മീഡിയമായിട്ട് ഇത് മാറ്റണം. ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത ഒരു മീഡിയമായിട്ട് ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 പാക്കറ്റ് ഇതിനകത്ത് വെക്കും. ഓക്കെ, ഒരു പാക്കറ്റിനകത്ത് നമ്മൾ കുറേ ഗ്യാസസ് നിറയ്ക്കും. ലൈക്ക് നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ കുറേ ഗ്യാസസ് നിറയ്ക്കും. മറ്റേ പാക്കറ്റിനകത്ത് മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് വെക്കും. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, സോ മെത്തിലിൻ ബ്ലൂ സാധാരണഗതിയിൽ ബ്ലൂ കളറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, ബ്ലൂ കളറായിട്ട് തന്നെ കാണും. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ഈ ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കും. ഓക്കെ, പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഗ്യാസസ് എല്ലാം പുറത്തേക്ക് വന്നിട്ട് ഈ ജാറിൻ്റെ അകത്തുള്ള കാര്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, ഞാൻ അകത്തുള്ള കാര്യമാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ജാറിനകത്ത് വല്ല ഓക്സിജൻ ഉണ്ടെങ്കിൽ ഈ ഗ്യാസസ് എല്ലാം അതിനെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ കംപ്ലീറ്റ്ലി ഇല്ലാതാവും. ഓക്കെ, സോ ഓക്സിജൻ ഒട്ടും ഇല്ലാതായാൽ ഈ മെത്തിലിൻ ബ്ലൂ ഭയങ്കര സാഡായിട്ട് ബ്ലൂ കളറിൽ നിന്ന് മാറി അത് കളർലെസ് ആവും. ഓക്കെ, സോ അങ്ങനെ കളർലെസ് ആയാൽ നമുക്ക് ഉറപ്പിക്കാം ഈ ജാറിനകത്ത് എന്താണ്? ഒട്ടും ഓക്സിജൻ ഇല്ല. ഞാൻ വെച്ചിരിക്കുന്ന സാമ്പിൾസ് നന്നായിട്ട് വളരും. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഫൈൻ. സോ ഗൈസ്, ദാറ്റ്സ് ദി എൻഡ് ഓഫ് കൾച്ചർ മീഡിയ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. If you don't understand anything, just put it in the comment section. Okay, I'll take classes. And വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ basically from any medical subjects like micro, patho, anat, okay, whatever it may be, just put it in the comment section. Okay, I'll take classes for you because I love to teach. All right guys, yeah, so take care, stay blessed, bye bye.